ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ അടിപൊളിയായിട്ട് നല്ല സിമ്പിളായിട്ട് ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുക. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു പൗച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ബ്രൂൻ്റെ, അതൊക്കെ ഏത് നിങ്ങളുടെ കയ്യിലുണ്ട് അതൊരു പൗച്ച് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല തിളപ്പിച്ച് പാൽ വെച്ചിട്ട് ചേർത്തി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് കുറച്ച് റൂം ടെമ്പറേച്ചറിൽ ആവുന്ന വേറെ നമുക്ക് കുറച്ച് ചൂട് മാറാൻ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ അവിടേക്ക് വേറെ പ്രിപ്പറേഷൻ ആക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇന്നിപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി, അപ്പോൾ 250 ml കപ്പാണ് കേട്ടോ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ഇനി 1 ടീസ്പൂണായിട്ട് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണായിട്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂൺ അല്ല 3 ടേബിൾ സ്പൂണായിട്ട് നമുക്ക് ഇതിലേക്ക് കോക്ക് പൗഡർ ചേർത്തി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്ക് പൗഡർ ചേർത്തിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇനി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പ്രോസസ്സിനൊക്കെ 3 ബ്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഏത് കേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മൈദപ്പൊടിൻ്റെ കൂട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും 3 ബ്രഷ് നമുക്ക് ഇതേപോലത്തെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. നമുക്ക് ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേക്കിൽ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ തയ്യാറാക്കി എടുത്തല്ലേ മൈദപ്പൊടിൻ്റെ, ഇത് നമുക്ക് ഈ കേക്കിൻ്റെ കൂട്ട് നമുക്ക് തയ്യാറായിട്ടുണ്ട്. പ്രീ മിക്സർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്ക്. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് നാളെ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ ഇതേപോലത്തെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഓരോ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പ്രീ മിക്സർ തയ്യാറായിട്ടുണ്ട് കേക്കിൻ്റെ. ഇനി ഇതിലേക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ പഞ്ചസാര കുറച്ചുകൂടി പൊടിച്ചിട്ട് അതേ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 3/4 കപ്പ് വരെ പഞ്ചസാര എടുക്കാം. ഇനി ഇതിലേക്ക് ഇതേ സെയിം പഞ്ചസാര പൊടിച്ചല്ലേ അതിൽ തന്നെ ഞാനിപ്പോൾ 2 മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇതൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ തണുപ്പായിട്ട് മുട്ട ഇതൊന്നും എടുക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇതൊന്നും എടുക്കേണ്ട, മൈൽഡ് ഓയിൽ എടുത്താൽ മതി. വെളിച്ചെണ്ണ, മസ്റ്റർഡ് ഓയിൽ അതൊന്നും അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുട്ടൻ്റെ പകരം ഇതിലേക്ക് 1/2 കപ്പ് പുളിപ്പില്ലാത്ത തൈര് ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് ഒരു 40 സെക്കൻഡ്, ഒരു 35-40 സെക്കൻഡ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി മിക്സിയിലും ജാറിൽ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മുട്ട ബീറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പ്രീ മിക്സർ തയ്യാറാക്കി വെച്ചതിൽ കേക്കിൻ്റെ ഇതിൽ കുറച്ച് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഒരു ഡയറക്ഷനിൽ തന്നെ ഇതേപോലത്തെ സെയിം ആയിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ 5-6 ബ്രഷർ, ഒരു 5-6 ബ്രഷിനൊക്കെ കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കോഫി പൊടി ആക്കി വെച്ചിട്ടുണ്ടല്ലേ, പാൽ ഒഴിച്ചിട്ട് 1/2 കപ്പ് പാലിൽ ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് നമുക്ക് ചേർത്തി കൊടുക്കണം. പിന്നെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എന്തായാലും ചോക്ലേറ്റിൻ്റെ കൂടെ കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ. എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണായിട്ട് പാൽ ചേർത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടെ ബാറ്റർ നല്ല ഫ്ലഫിനെസ് കിട്ടും അവിടേക്ക് നമുക്ക്. ഇനി നമുക്ക് കേക്ക് മോൾഡ് ഇപ്പോൾ നേരത്തെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ബാറ്റർ നമ്മൾക്ക് ഹെൽബൻ കൺസിസ്റ്റൻസി ബാറ്റർ അല്ലേ. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് 3 ബ്രഷ് നമുക്ക് ഇതേപോലത്തെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എക്സ്ട്രാ എയർ ബബിൾസ് ഇതൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ആയി കിട്ടാൻ. പിന്നെ പ്രീ ഹീറ്റ് ആക്കാൻ ഞാനിവിടെ കുക്കർ നേരത്തെ തന്നെ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ അടുപ്പിൽ വെച്ചത് തന്നെ. അപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂടി വെച്ചിട്ട് ഒരു 40 മിനിറ്റിന് അവിടേക്ക് തന്നെ മൂടി വെക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 60 ഗ്രാം ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾക്കിപ്പോൾ മിൽക്ക് ചോക്ലേറ്റിൻ്റെ കമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് 60 ഗ്രാം. ഞാനിപ്പോൾ ഇവിടെ വേറെ ഒരു ചട്ടിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ക്രീം ആഡ് ആക്കിയിട്ട്, ഇത് വിപ്ഡ് ക്രീം കേട്ടോ, ഫിയോണാൻ്റെ ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ, വിപ്പിംഗ് ക്രീം. എന്നിട്ട് ഇതിലേക്ക് ഇതേപോലത്തെ ക്രീമും ചോക്ലേറ്റ് നമുക്ക് നന്നായിട്ട് മെൽട്ടാക്കി എടുക്കണം. മെൽട്ടായി ശേഷം ഇതിലേക്ക് കുറച്ച് റൂം ടെമ്പറേച്ചറിലായ ശേഷം ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ചിൽഡാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കൊക്കെ ഞാൻ 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ, ജസ്റ്റ് ഒന്ന് തുറപ്പിക്ക് കുത്തി നോക്കുമ്പോൾ പക്ഷേ സംഭവം വെന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കേക്ക് ബേക്ക് ആയിട്ടുണ്ട്, ഒന്നും ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ട് ഇതൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നന്നായിട്ട് ചൂട് മാറാൻ പറഞ്ഞിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല കൂളിംഗ് ആവുന്ന വരെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ മേലെ ജസ്റ്റ് നമുക്ക് ഒരു തുണി മൂടി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈ വരുന്നില്ല, നമുക്ക് കേക്ക് ഡ്രൈ വരുന്നില്ല. എന്നിട്ട് ഇനിയിപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട്. ഞാനിപ്പോൾ ഷോപ്പിംഗ് ബോർഡിൽ ഞാൻ കേക്ക് ഡിമോൾഡാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ പേപ്പർ റിമൂവ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ റിമൂവ് ആക്കിയ ശേഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കാണുമ്പോൾ ഇത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് സ്പോഞ്ച് തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തൊടുമ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായില്ലേ എത്ര സോഫ്റ്റായിട്ട് അവിടെ കേക്ക് സ്പോഞ്ച് തയ്യാറായിട്ടുണ്ട്. നല്ല മൊയ്സ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് എന്തായാലും അപ്പോൾ അവർക്ക് OTG ഓൺലി ഇതൊന്നും ചെയ്ത്, അപ്പോൾ ഞാൻ ക്രീമും പിന്നെ ചോക്ലേറ്റ് മെൽട്ടാക്കി ഞാൻ പിന്നെ ഡബിൾ ബോയിലർ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിലിപ്പോൾ വീട്ടിൽ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് നമുക്ക് 30 സെക്കൻഡ് ഫസ്റ്റിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു 30 സെക്കൻഡ് ഒന്ന് മെൽട്ടാക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചോക്ലേറ്റും ക്രീമും മെൽട്ടായി കിട്ടും. അതിലേക്ക് പിന്നെ നമുക്ക് ഈ ഒരു അടുപ്പിൽ ചട്ടി വെച്ചിട്ട് മെൽട്ടാക്കി എടുത്താൽ മതിയാവും. പിന്നെ ഇതേപോലത്തെ ഇപ്പോൾ ക്രീം നല്ല ബീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല ചീൽഡാകുമ്പോൾ ക്രീം ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ലെയറാക്കി കൊടുക്കാം. അപ്പോൾ ടോപ്പത്തെ പോർഷൻ ഫസ്റ്റ് നമുക്കൊന്ന് ഈക്വലായിട്ട് നമ്മൾക്കിത് കത്തി എടുത്തിട്ടൊന്ന് മുറിച്ചിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റിയെടുക്കാം. പക്ഷേ ഇത് വേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട, ഇതിങ്ങനെ വെറുതെ കളിക്കാൻ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ലെയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് 2 ലെയർ വേണമെങ്കിൽ 2 ലെയർ ആക്കാം, അത് നിങ്ങളുടെ ചോയ്സ് തന്നെ. അപ്പോൾ ഞാനിവിടെ 3 ലെയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ മുന്നേ വീഡിയോയിൽ ഒരു നൂലെടുത്തിട്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലെയർ കട്ടാക്കി എടുക്കാം അതിൽ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ സാധാ നോർമലായിട്ട് കത്തി എടുത്തിട്ട് തന്നെ ഞാൻ ലെയർ ആക്കിയിട്ടുണ്ട്. അല്ലാണ്ട് എൻ്റെ അടുത്ത് മറ്റേ ഞാൻ അത് എടുത്തിട്ടില്ല, എന്താ പറയുക, മറ്റേ കേക്ക് നൈഫ് അങ്ങനെ ഇതൊന്നും എടുത്തിട്ടില്ല. നോർമൽ വീട്ടിലത്തെ കത്തി ഉണ്ടാവില്ലേ, ആ കത്തി എടുത്തിട്ട് തന്നെ ഞാൻ ലെയർ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പ്ലേറ്റ് എടുക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾക്കൊന്ന് ക്രീം ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ക്രീം ഇതേപോലത്തെ തേച്ച് കൊടുത്താൽ കേക്ക് സ്ലിപ്പ് ആവില്ല കേട്ടോ, ഇഴങ്ങില്ല. കേക്ക് അങ്ങോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇഴങ്ങി പോവില്ല, പിന്നെ സ്ലിപ്പ് ആവില്ല. അത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ക്രീം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോക്കാക്കി എടുക്കണം കേട്ടോ. കേക്കിന് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്താൽ, അപ്പോൾ ഈ നന്നായിട്ട് സിറപ്പ് ഒഴിച്ചിട്ട് സോക്കാക്കി എടുത്താൽ നമുക്ക് നല്ല മൊയ്സ്റ്റായി കിട്ടും കേട്ടോ കേക്ക്. അത് കാരണം പിന്നെ ഇപ്പോൾ ഞാൻ ക്രീമും ഇതിലേക്ക് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും ക്രീം നമ്മുടെ മെൽട്ടാക്കി എടുത്തിട്ടുണ്ടല്ലേ, ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഫ്രീസാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് ചിൽഡാക്കി എടുത്ത ശേഷം ക്രീം ബീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് ക്രീം ബീറ്റായി കിട്ടും കേട്ടോ, വിഫ്റ്റായി കിട്ടും. അത് കാരണം പിന്നെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ സെയിം പ്രോസസ്സ് നമ്മൾക്ക് അതേപോലത്തെ ഫോളോ ചെയ്യണം. ഫസ്റ്റ് ലെയറിലാക്കിയാൽ അപ്പോൾ 2ാമത്തെ ലെയറിൽ, പിന്നെ ടോപ്പത്തെ 3ാമത്തെ ലെയറിൽ, ഇതൊക്കെ ഇതേ പ്രോസസ്സ് നമ്മൾക്ക് പിന്നെ റിപ്പീറ്റ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഇതൊന്നും പറയാൻ നിൽക്കുന്നില്ല, അതേ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് അപ്പോൾ കൂടുതൽ വലിയ ചോക്ലേറ്റിൻ്റെ ബ്ലാക്ക് കളർ ഇതൊന്നും ഡാർക്ക് ചോക്ലേറ്റ് കളറായിട്ട് അങ്ങനെ വെച്ചിട്ടില്ല. ഒരു ലൈറ്റ് ക്രീം കളർ തന്നെ ഞാൻ
ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ബ്രൗൺ കളർ വേണമെങ്കിൽ ഒരു 150 ഗ്രാമിൻ്റെ പേര് ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റ് ആഡ് ആക്കിയാൽ മതി ക്രീമിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതിലേക്ക് കുറച്ച് എക്സ്ട്രാ ഇത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ ചോക്ലേറ്റിൻ്റെ കഷ്പ ടേസ്റ്റ് വരുന്നില്ല. അത് ഒരെണ്ണം പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ക്രീം ഫസ്റ്റ് ലെയർ നമുക്ക് ആക്കി കൊടുക്കുമ്പോൾ അതിനുശേഷം നമുക്ക് 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിനുശേഷം പിന്നെ നമ്മൾക്ക് ക്രീം ആക്കിയിട്ട് ഫൈനൽ ഫിനിഷിങ് ആക്കി കൊടുക്കുക കേക്കിന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഈ നൈഫിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യമൊക്കെ മതി. അടുത്ത വെള്ളം ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ വെള്ളത്തിൽ നന്നായിട്ട് ഡിപ്പാക്കിയിട്ട് തുണി എടുത്തിട്ട് തുടച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. കേക്കിന് നന്നായിട്ട് ഫിനിഷിംഗ് ആക്കി എടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ക്രീം നന്നായിട്ട് ഇപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. അത് കാരണം പെട്ടെന്ന് ക്രീം ഞാൻ എത്ര ബീറ്റാക്കി എടുക്കുമ്പോൾ അത് ചൂടാവുമ്പോൾ വേഗം മെൽട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്രീം വെക്കുമ്പോൾ നിങ്ങൾ ഇതേപോലത്തെ വെളിയിൽ വെക്കേണ്ട. താഴെ ഐസ് വെള്ളത്തിൽ താഴെ വേറെ പാത്രത്തിൽ ഐസ് വെള്ളം എടുത്തിട്ട് അതിൽ മേലെ മറ്റേ ക്രീമിൻ്റെ ബോൾ അതിൽ വെച്ച് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ക്രീം മെൽട്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ചിട്ട് ഇത് കാര്യമൊന്നും ശ്രദ്ധിക്കുന്നത് ചൂട് കാലത്ത് കേട്ടോ. പിന്നെ കൂളിംഗ് ഇതുണ്ടാവില്ലേ, ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ, ആ സമയത്തേക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ഈ ചൂട് കാലത്തിൽ തന്നെ ഇത് പ്രശ്നം വരുന്നുണ്ട്. ഇനി ഞാൻ കുറച്ചുകൂടി ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇങ്ങനെ സൈഡ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് ഭാഗത്തിൽ കൂടി ഞാൻ സർക്കിൾ റൗണ്ട് പോർഷനിൽ ഇതേപോലത്തെ ഒന്ന് ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സിമ്പിൾ ഡിസൈൻ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഗാർണിഷിങ്ങൾ ഇതൊന്നും ഞാൻ നിന്നിട്ടില്ല. ഇത് ചെറിയ ഒരു ഡെക്കറേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാഷല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. പിന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ എനിക്ക് പേര് എഴുതി കൊടുക്കണം. അപ്പോൾ പേര് എഴുതി കൊടുക്കാൻ ഞാൻ ക്രീം ഇതൊന്നും തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തറക്കുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് ഇതേപോലത്തെ സിമ്പിളായിട്ട് ഒരു ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വലിയ നിങ്ങൾക്ക് അതൊന്നും നോക്കാൻ നിൽക്കണ്ട, അത്ര ചെറിയ ഇതാണ്, കുഴപ്പമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളിയായിട്ട് കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓൺലി ക്ലിക്ക് ചെയ്ത എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ നല്ല കേക്ക് നമുക്ക് നല്ല അടിപൊളിയാണ്. പക്ഷേ വലിയ ഡെക്കറേഷൻ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും. പിന്നെ നമുക്ക് OTG ഓവൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ നോർമൽ എല്ലാ വീട്ടിലും കുക്കറോ ചട്ടിയോ ഒക്കെ അവൈലബിൾ അല്ലേ, അതിൽ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് റെസിപ്പി കൊണ്ടുവരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.